ഡിപ്രീസിയേഷൻ. എന്താ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തേയ്മാനം അല്ലേ? എന്തിനാണ് തേയ്മാനം സംഭവിക്കുക? അസറ്റിനാണ് തേയ്മാനം സംഭവിക്കുക. എന്ത് അസറ്റ്സിനാണ്? ഫിക്സഡ് അസറ്റ്സിനാണ്. ഓക്കെ, മെഷീനറി, ഫർണിച്ചർ ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ്സിന് സംഭവിക്കുന്ന തേയ്മാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ്റെ മീനിങ് അറിയണം, ദെൻ കോസസ് അറിയണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് അറിയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. Depreciation means reduction in the value of fixed assets due to wear and tear. Okay, reduction in the value of fixed assets. Fixed assets in the value എന്ത് ചെയ്യുന്നു? Reduce ചെയ്യുന്നു. Reduction due to wear and tear. Okay, എന്താണ് wear and tear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഉപയോഗം കാരണം ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയർ ആൻഡ് ടിയർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതിലൂടെ പാസേജ് ഓഫ് ടൈം അല്ലെങ്കിൽ യൂസ് ഓഫ് അസറ്റിലൂടെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡിപ്രീസിയേഷൻ, തേയ്മാനം എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ഡിപ്രീസിയേഷൻ എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. It is the process of allocation of cost of an asset over its useful life. Okay, ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈം എത്രയാണോ, 10 വർഷമാണെങ്കിൽ 10 വർഷം, 20 വർഷമാണെങ്കിൽ 20 വർഷം, ഇത്രയും കാലത്തേക്ക് ആ അസറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മെഷീനറി വാങ്ങുന്നു 10 ലക്ഷം രൂപ കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? 10 lakh rupees ആണ്. ഈ 10 lakhനെ നമ്മൾ എന്താ ചെയ്യുക? യൂസ്ഫുൾ ലൈഫ് നോക്കും അല്ലേ? ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് നോക്കും. 10 വർഷമാണെന്ന് വിചാരിക്കാം. അപ്പോൾ 10 വർഷത്തേക്ക് 10 ലക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 10 വർഷം. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും ഓരോ ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷനായിട്ട് കാണിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റാണ് 10 ലക്ഷം. ഈ 10 ലക്ഷം എന്ന് പറയുന്ന കോസ്റ്റിനെ 10 വർഷം എന്ന് പറയുന്ന ലൈഫ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോൾ ഇത്രയും കാലം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. The cost allocation of each year is charged as depreciation expense for that year. അപ്പോൾ ഓരോ വർഷത്തേക്കുമുള്ള അലോക്കേഷൻ, ഓരോ വർഷത്തേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അതാത് വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ക്ലിയർ അല്ലേ? എവിടെയാണ് ഡിപ്രീസിയേഷൻ കാണിക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഡിപ്രീസിയേഷൻ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്ത് കാണിക്കും. ഓക്കെ, മെഷീനറി ആണെങ്കിൽ മെഷീനറിയിൽ നിന്ന് കുറയ്ക്കും, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചറിൽ നിന്ന് കുറയ്ക്കും. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണിക്കുന്നത്. ഇനി ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഓൺ ഡാഷ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അസറ്റ് സൈഡ് അല്ല, ലയബിലിറ്റി സൈഡാണ്. കാരണം എന്താ? ബാലൻസ് ഷീറ്റിൽ ഒരു സൈഡിൽ ലെസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷോൺ ഓൺ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐറ്റമായിട്ട് എഴുതി ചേർക്കാം. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. ബാലൻസ് ഷീറ്റിൽ ഒന്നുകിൽ അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ക്ലിയർ അല്ലേ? ഇതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ്റെ കോസസ്? നമ്മൾ മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞു വെയർ ആൻഡ് ടിയർ അല്ലേ? കാലം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉപയോഗം മൂലം എന്ത് സംഭവിക്കുന്നു? ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു, അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് മാത്രമാണോ കോസസ്? ഇത് മാത്രമല്ല കോസസ്. ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് പാസേജ് ഓഫ് ടൈം. ഓക്കെ, കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, എന്നാലും ഡിപ്രീസിയേഷൻ വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫേർണിച്ചർ വാങ്ങി, ഒരു ടേബിൾ വാങ്ങിയിട്ട് നമ്മുടെ റൂമിൻ്റെ കോർണറിൽ വെച്ചു വിചാരിക്കാം, ഉപയോഗിച്ചിട്ടേ ഇല്ല. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ സെയിം വാല്യൂ അതിനുണ്ടാവുമോ? ഇല്ല, വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യും? റിഡക്ഷൻ സംഭവിക്കും. ഇതൊരു കോസാണ്. രണ്ടാമത്തേത് യൂസ് ഓഫ് അസറ്റ്. നമ്മളൊരു മെഷീനറി വാങ്ങി വിചാരിക്കാം, മെഷീനറി ഉപയോഗിക്കും തോറും എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും അല്ലേ? അപ്പോൾ യൂസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നതും ഡിപ്രീസിയേഷനുള്ള ഒരു കാരണമാണ്. മൂന്നാമത്തേത് ഒബ്സലസൻസ്.
എന്താ ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഹരണപ്പെട്ടു പോവാം. ഓക്കെ, കാലഹരണപ്പെട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവാം. അതായത് ടെക്നോളജി മാറുന്നു, അല്ലെങ്കിൽ ഫാഷൻ മാറുന്നു, ട്രെൻഡ് മാറുന്നു, മാർക്കറ്റിലെ ഡിമാൻഡ് മാറുന്നു, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഒബ്സലസൻസ്. അപ്പോൾ ഒബ്സലസൻസിലൂടെയും എന്ത് സംഭവിക്കാം? ഡിപ്രീസിയേഷൻ സംഭവിക്കാം. അതും ഒരു കോസാണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ആക്സിഡൻറ്റ്. എന്താ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങി. ഓക്കെ, കാറ് വാങ്ങി ഒരു മാസം കഴിഞ്ഞപ്പം ആക്സിഡൻ്റ് ആയി എന്ന് വിചാരിക്കാം. നമ്മൾ എത്ര തന്നെ മെയിൻ്റനൻസ് വർക്ക് എടുത്തു കഴിഞ്ഞാലും, എത്ര തന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും, അതുപോലുള്ള അതേ സമയത്തെ മറ്റൊരു കാറിൻ്റെ വാല്യൂ അതിനുണ്ടാവോ? ഇല്ല. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആക്സിഡൻറ്റും ഡിപ്രീസിയേഷൻ്റെ ഒരു കോസാണ്. ആൻഡ് ലാസ്റ്റ് വൺ, പെർമനൻറ്റ് ഫോൾ ഇൻ പ്രൈസ്. വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നോർമലി എല്ലാ ഐറ്റംസിനും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും പ്രൈസ് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, കൂടും കുറയും, കൂടും കുറയും, ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഒരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ വാല്യൂ സ്ഥിരമായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഒരിക്കലും ഇടയിൽ അത് കൂടുന്നില്ല, കുറയുക മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ഒരു കോസാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 കോസസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, പാസേജ് ഓഫ് ടൈം. സെക്കൻഡ്, യൂസ് ഓഫ് അസെറ്റ്. തേർഡ്, ഒബ്സലസൻസ്. ഫോർത്ത്, ആക്സിഡൻറ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ, പെർമനൻറ്റ് ഫോൾ ഇൻ പ്രൈസ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഒബ്സലസൻസ്? നമ്മൾ പറഞ്ഞു ഒബ്സലസൻസിൻ്റെ മീനിങ് എന്താണെന്ന്. ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അസെറ്റ് becoming out of date. Okay, out of date, outdated ആവാം due to changes in technology, demand, fashion or trend. ടെക്നോളജി മാറുന്നത് കൊണ്ട് ഡിമാൻഡോ ഫാഷനോ ട്രെൻഡോ ഒക്കെ മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ടൈപ്പ് റൈറ്റർ, റേഡിയോ. ഓക്കെ, ഇപ്പം നമ്മൾ ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം എന്താ? കമ്പ്യൂട്ടർ വന്നു, അതിനേക്കാൾ പുതിയ പല ടെക്നോളജീസും വന്നു. അപ്പം ഈ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഡിവൈസിന് നിലവിൽ ഡിമാൻഡ് ഇല്ല, അപ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു. ഇതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് റേഡിയോ എക്സാമ്പിളായിട്ട് പറയാം. റേഡിയോ എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും റേഡിയോ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്, അല്ലേ? നമ്മൾ ഫോണിലോ കാറിലോ ഒക്കെയാണ് എന്ത് ചെയ്യാറ്? റേഡിയോ കേൾക്കാറുള്ളത്. അപ്പം ഈ റേഡിയോ എന്ന് പറയുന്ന ഡിവൈസിനും ഇപ്പോൾ ടെക്നോളജി മാറിയപ്പോൾ, ട്രെൻഡ് മാറിയപ്പോൾ അതിനുള്ള ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ, അതും എന്തിന് എക്സാമ്പിളാണ്? ഒബ്സലസൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താ ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസെറ്റ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി, ഫാഷൻ, ട്രെൻഡ്, ഡിമാൻഡ് എക്സെട്ര. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ടു ഷോ ദ ട്രൂ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ശരിയായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് ഐറ്റം ആണ്. നോൺ ക്യാഷ് ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറി എഴുതുന്നു, റെൻറ്റ് എഴുതുന്നു, ഇലക്ട്രിസിറ്റി ചാർജ് എഴുതുന്നു. ഇതൊക്കെ നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കുന്ന ഐറ്റംസ് ആണ്, അല്ലേ? സാലറി 10,000 എന്ന് എഴുതിയാൽ 10,000 റുപ്പീസ് ബിസിനസ്സിൽ നിന്ന് പുറത്തുപോയി. റെൻറ്റ് 25,000 എന്ന് എഴുതിയാൽ അത്രയും എമൗണ്ട് ഔട്ട്ഫ്ലോ സംഭവിച്ചു. ഇലക്ട്രിസിറ്റി ചാർജ് 2,500 എന്ന് എഴുതി കഴിഞ്ഞാൽ അത്ര എമൗണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഡിപ്രീസിയേഷനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. ഡിപ്രീസിയേഷൻ 3,000 റുപ്പീസ് എന്ന് എഴുതിയത് കൊണ്ട് 3,000 രൂപ നമുക്ക് ബിസിനസ്സിൽ നിന്ന് എക്സ്പെൻസ് വരുന്നുണ്ടോ? ഇല്ല. സോ ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. ക്യാഷ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത, ഔട്ട്ഫ്ലോ സംഭവിക്കാത്ത ഒരു ഐറ്റമാണ് ഇത് ഡിപ്രീസിയേഷൻ. എന്നിട്ടും നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആക്യുറേറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഡിപ്രീസിയേഷൻ എവിടെയും വരും? ബാലൻസ് ഷീറ്റിലും ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സെക്കൻഡ് വൺ, ടു റീറ്റെയിൻ ഫണ്ട്സ്.
to retain fund in the business for the purpose of replacement of asset. നമുക്ക് അസറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലേ? ഫോർ എക്സാമ്പിൾ മെഷീനറി ആണ് വിചാരിക്കുക, 10 വർഷമാണ് മെഷീനറിയുടെ ലൈഫ്. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ മെഷീനറി മാറ്റിയിട്ട് പുതിയ മെഷീനറി വാങ്ങേണ്ടി വരും. അപ്പോൾ മെഷീനറി വാങ്ങുക എന്ന് പറയുന്നത് ചെറിയ എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണോ? അല്ല. റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. അപ്പോൾ ഈ ഫണ്ട് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഏത് ഹെൽപ്പ് ചെയ്യും? ഡിപ്രീസിയേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷന് മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന്, കൃത്യമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 2, എന്താണ്? ഒരു റീപ്ലേസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചില ടേംസ് ആണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയേണ്ട ചില ടേംസ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഏതെല്ലാം ഐറ്റംസ് ആണ് ഈ കോസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് വരാം? കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ അസറ്റ്. ഒരു അസറ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങുന്നത്, ആ വാങ്ങുന്ന വിലയാണ് നമ്മൾ എന്ത് പറയാം? കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് എന്തെല്ലാം വരും? all such expenses which are incurred before it is put to use. ഉപയോഗിച്ചു തുടങ്ങുന്നതിൻ്റെ മുൻപ് എന്തെല്ലാം കോസ്റ്റ് ആണോ ഈ ഒരു അസറ്റുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതെല്ലാം എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. ഓക്കെ, വേരിയസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ലോഡിംഗ്, ക്യാരേജ്, ഇൻസ്റ്റലേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇറക്ഷൻ, അൺലോഡിംഗ്, അസംബ്ലിംഗ് എക്സെട്ര ആർ ട്രീറ്റഡ് ആസ് ദ കോസ്റ്റ് ഓഫ് അസറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങുന്നു 5 ലക്ഷം രൂപയ്ക്ക്. ഈ മെഷീനറിക്ക് നമ്മൾ കൊടുക്കുന്ന 5 ലക്ഷം രൂപ മാത്രമല്ല കോസ്റ്റ് ഓഫ് അസറ്റ്. ഓക്കെ, ഈ മെഷീനറിക്ക് വരുന്ന 5 ലക്ഷം, അതിന് ലോഡിങ്ങിന് വരുന്ന ചാർജ്, ക്യാരേജ്, ഓക്കെ, ട്രാൻസ്പോർട്ടേഷന് വരുന്ന ചാർജ്, ദെൻ അൺലോഡിങ്ങിന് വരുന്ന ചാർജ്, നമ്മുടെ ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ചാർജ്, ദെൻ ഇറക്ഷൻ, ഓക്കെ, മെഷീനറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചാർജ്, ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് അസംബിൾ ചെയ്യാൻ, ഓക്കെ, കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഐറ്റം ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ്, ഇതെല്ലാം എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. ഓക്കെ, ഇത്രയും എക്സ്പെൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ഇതിൽ വരാം? കോസ്റ്റ് ഓഫ് അസറ്റിൽ വരാം. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിന് കൊടുത്തിട്ടുള്ള എമൗണ്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ടേം, യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. എന്താണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ? യൂസ്ഫുൾ ലൈഫ് ഈസ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് ദ അസറ്റ് വിൽ റിമെയിൻ ഇൻ യൂസ്. എത്ര കാലമാണോ നമുക്ക് ഈ അസറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ കരുതുന്നത്, ഓക്കെ, ഫ്യൂച്ചറിലെ കാര്യം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഇതിനെയാണ് എന്ത് പറയാം? യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര കാലം നമുക്ക് ഈ ഒരു അസറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തത് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂവിനെ നമ്മൾ ഒരുപാട് പേരുകൾ പറയാറുണ്ട്. സാൽവേജ് വാല്യൂ എന്ന് പറയും, ഡിസ്പോസൽ വാല്യൂ എന്ന് പറയും, റെസിജ്വൽ വാല്യൂ എന്ന് പറയും. ഓക്കെ, ഒരുപാട് ടേംസ് ഉണ്ട് സ്ക്രാപ്പ് വാല്യൂവിന്. എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റെസിജ്വൽ വാല്യൂ അറ്റ് വിച്ച് ദ അസറ്റ് കുഡ് ബി സോൾഡ് ആസ് സ്ക്രാപ്പ് ആഫ്റ്റർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, ഉപയോഗം കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ നമുക്ക് സപ്പോസ് 10 വർഷമാണ് വിചാരിക്കുക, 10 വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് വിൽക്കും അല്ലേ? സെയിൽ ചെയ്യില്ലേ? ചിലപ്പോൾ നമ്മൾ തൂക്കി വിൽക്കുകയായിരിക്കും, അത്രയും നമുക്ക് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട്, ചെറിയ വാല്യൂ ഉണ്ട്, അതിനെയാണ് എന്ത് പറയാം? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ലൈഫിന് ശേഷം ഈ അസറ്റിന് കിട്ടുന്ന വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ ഈസ് ഓൾസോ കോൾഡ് സാൽവേജ് വാല്യൂ, റെസിജ്വൽ വാല്യൂ, പിന്നെ എന്താ പറയുക? ഡിസ്പോസൽ വാല്യൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചില ടേംസ് ആണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയേണ്ട ചില ടേംസ് ആണ്, എക്സാംസിലൊക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ടേം അമോർട്ടൈസേഷൻ. എന്താണ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ്
റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താ? നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത അസറ്റ്സ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂ കുറയുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാം? അമോർട്ടൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ നോക്കൂ, ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ലൈസൻസ്, ഫ്രാഞ്ചൈസി, ഇങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂ കുറയുന്നതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? അമോർട്ടൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അമോർട്ടൈസേഷൻ എന്നുള്ള ടേമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇൻടാഞ്ചിബിൾ, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ കുറയുന്നതാണ്. ഓക്കെ, അടുത്തത് ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെയാണ് എന്ത് പറയാം? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയാം. ഓക്കെ, മൈൻസ്, ക്വാറീസ്, ഓയിൽ വെസൽസ്, ഓക്കെ, എണ്ണപ്പാടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയും. ഈ വേസ്റ്റിംഗ് അസറ്റ്സിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്ലീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ, വേസ്റ്റിംഗ് അസറ്റ്സ്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമുക്ക് മൈൻസ്, ക്വാറീസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓർത്ത് വെക്കാം. അപ്പോൾ അമോർട്ടൈസേഷനും ഡിപ്ലീഷനും രണ്ടിലും എന്താ പറയുന്നത്? റിഡക്ഷൻ ആണ്. അസറ്റിന്റെ വാല്യൂ കുറയുന്നതാണ് അമോർട്ടൈസേഷനും ഡിപ്ലീഷനും. ഡിഫറൻസ് എന്താ? അമോർട്ടൈസേഷനിൽ പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ ഡിപ്ലീഷനിൽ പറയുന്നത് വേസ്റ്റിംഗ് അസറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലക്ച്വേഷൻ. എന്താണ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് മീൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറന്റ് അസറ്റ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടും ഫിക്സഡ് അസറ്റ്സ് ആയിരുന്നു. ഇൻടാഞ്ചിബിളും വേസ്റ്റിങ്ങും രണ്ടും ഏത് അസറ്റാ? ഫിക്സഡ് അസറ്റ് ആണ്. അതേസമയം ഫ്ലക്ച്വേഷനിൽ വരുന്നത് കറന്റ് അസറ്റ് ആണ്. കറന്റ് അസറ്റ്സിന്റെ റിഡക്ഷൻ മാത്രമല്ല ഇൻക്രീസും, ചേഞ്ചസിനെ നമ്മൾ എന്ത് പറയും? ഫ്ലക്ച്വേഷൻ എന്ന് പറയും. അപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറന്റ് അസറ്റ്. എപ്പോഴും കറന്റ് അസറ്റ്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ? ഇന്നുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കില്ല നാളെ, ഇന്നലെയുള്ള സ്റ്റോക്ക് ആയിരിക്കില്ല ഇന്ന്, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ കറന്റ് അസറ്റ്സിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയാം? ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഡിപ്രീസിയേഷൻ എന്തായിരുന്നു? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നതാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അപ്രീസിയേഷൻ എന്താ? ഫിക്സഡ് അസറ്റ്സിന്റെ വാല്യൂ കൂടുന്നതിനെയാണ് എന്ത് പറയാം? അപ്രീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്രീസിയേഷൻ നമുക്ക് സാധാരണ സംഭവിക്കുന്നത് ഏതിലാണ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലാണ്. പക്ഷേ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലൊന്നും ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് പോലെ ഏത് കാണിക്കാറില്ല? അപ്രീസിയേഷൻ കാണിക്കാറില്ല. അതിനുള്ള കാരണം എന്താ? കൺസർവേറ്റിസം പ്രിൻസിപ്പിളാണ്. ഓക്കെ, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ അറിയാലോ. പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് നോ ഗെയിൻ അല്ലേ? വരാനുള്ള നഷ്ടങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം, പക്ഷെ വരാനുള്ള ഗെയിൻസ് ഒന്നും, ലാഭങ്ങളൊന്നും എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യേണ്ട. ഇതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അപ്രീസിയേഷൻ ഒന്നും എന്ത് ചെയ്യാത്തത്? റെക്കോർഡ് ചെയ്യാത്തത്. ഫൈനൽ അക്കൗണ്ട്സിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആഡ് അപ്രീസിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കൂട്ടാറില്ല, ഡിപ്രീസിയേഷൻ കുറയ്ക്കാറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സിന്റെ വാല്യൂ കൂടുന്നതിനെയാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്സ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, സം ഓഫ് യെസ് ഡിജിറ്റ്സ് മെത്തേഡ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്, എല്ലാ ഫീച്ചേഴ്സും കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് രണ്ട് മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാണ്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. ഓക്കെ, ദെൻ മറ്റുള്ള മെത്തേഡ്സ് ഒക്കെ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നോക്കാം സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. എന്താണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ മെയിനായിട്ട് 3 പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ഡിപ്രീസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ്. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ അതിന് മുകളിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് ഏത് കോസ്റ്റാണ്? ഒറിജിനൽ കോസ്റ്റാണ്. ഓക്കെ, എത്ര രൂപയ്ക്കാണോ നമ്മൾ വാങ്ങിയത് ആ വാങ്ങിയ വിലയുടെ ഇത്ര ശതമാനം, അങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എല്ലാ വർഷവും
ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. ഒരു ഡിഫറൻസും ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ ഉണ്ടാവില്ല. ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താ? ദ വാല്യൂ ഓഫ് അസറ്റ് ബിക്കംസ് സീറോ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. ഓക്കെ, അസറ്റിൻ്റെ ലൈഫ് അവസാനിക്കുന്ന സമയത്ത് ആ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ആക്ച്വലി അതിൻ്റെ വാല്യൂ സീറോ ആണെന്നല്ല, കണക്ക് പ്രകാരം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്രയായിട്ട് മാറും? വാല്യൂ സീറോ ആയിട്ട് മാറും. ഈ 3 പോയിന്റ്സ് ആണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്താ? ഡിപ്രീസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ്. സെക്കൻഡ് പോയിന്റ്, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഡിപ്രീസിയേഷൻ എമൗണ്ട് മാറുന്നേ ഇല്ല. തേർഡ് പോയിന്റ്, യൂസ്ഫുൾ ലൈഫ് അവസാനിക്കുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ ഈ പെർട്ടിക്കുലർ മെത്തേഡിൻ്റെ മറ്റു പേരുകൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും പറയും, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയും. ക്ലിയർ അല്ലേ? ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന പോയിന്റ്സ്. നെക്സ്റ്റ് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് സെഡ് ടു ഇമ്പോസ് ആൻ unequal burden on the profit and loss account over the life of asset. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് അൺഈക്വൽ ബേർഡൻ. ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് മുകളിൽ അൺഈക്വൽ ആയിട്ടുള്ള ഒരു ബേർഡൻ ആണ്, ഒരു ഭാരമാണ് ഏത് മെത്തേഡ് കൊടുക്കുന്നത്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് കൊടുക്കുന്നത്. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് എവറി ഇയർ അല്ലേ? ഈ ഒരു മെത്തേഡിനകത്ത് എല്ലാ വർഷവും റെക്കോർഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്താണ്? സെയിം ആണ്. ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ആൻ അസറ്റ്സ് ലൈഫ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ആർ ലോ അല്ലേ? നമുക്കറിയാം, നമ്മളൊരു മെഷീനറി വാങ്ങിയ സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ തുടക്കത്തിലെ 1-2 വർഷം റിപ്പയേഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. മെയിൻ്റനൻസിന് നമുക്ക് ഒരുപാട് എമൗണ്ട് ചിലവഴിക്കേണ്ട ആവശ്യം വരില്ല, ആണല്ലോ. ദെൻ ആസ് ദ അസറ്റ് ബിക്കംസ് ഓൾഡർ ദീസ് എക്സ്പെൻസസ് ഇൻക്രീസ് ഗ്രാജുവലി. അസറ്റിൻ്റെ വർഷങ്ങൾ കഴിയും തോറും, ഓക്കെ, 1ാമത്തെ വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷം കഴിഞ്ഞു, 3, 4, 5 ഒക്കെ വർഷം ആവുമ്പം ഈ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിനുള്ള കോസ്റ്റ് എന്ത് ചെയ്യും? ഗ്രാജുവലി കൂടിക്കൂടി വരും അല്ലേ? അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ റിപ്പയേഴ്സ് എന്ന് പറയുന്ന കോസ്റ്റ് കുറവാണ്. ഓരോ വർഷം കഴിയും തോറും ഈ എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരികയാണ് ചെയ്യാം. സിൻസ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറ്റ് ഡസ് നോട്ട് ഡിക്രീസ് ടു ഓഫ്സെറ്റ് ദ ഇൻക്രീസിങ് റിപ്പയർ എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ എഴുതുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, സെയിം ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ ഓരോ വർഷം കഴിയും തോറും എന്ത് കൂടുന്നുണ്ട്? റിപ്പയേഴ്സ് കൂടുന്നുണ്ട്. അപ്പം ഈ റിപ്പയേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, ഡിപ്രീസിയേഷൻ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ മാച്ച് ആയിട്ട് പോയില്ല, ഈക്വൽ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺഈക്വൽ ബേർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഏർലി ഇയേഴ്സ്, ഓക്കെ, ആദ്യ വർഷങ്ങളിലൊക്കെ ഫിക്സഡ് ഡിപ്രീസിയേഷനും ലോ റിപ്പയേഴ്സും അല്ലെ? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ എപ്പോഴും എന്താണ്? ഫിക്സഡ് ആണ്. ഫിക്സഡ് ഡിപ്രീസിയേഷനും ലോ റിപ്പയേഴ്സും ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്തായിരിക്കും? ലോവർ ആയിരിക്കും അല്ലേ? ഡിപ്രീസിയേഷനും റിപ്പയേഴ്സും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന കോസ്റ്റ് ലോവർ ആയിരിക്കും. ഇനി ലേറ്റർ ഇയേഴ്സ്, 1ാമത്തെ 2ാമത്തെ വർഷമൊക്കെ കഴിഞ്ഞു, അവസാനത്തേക്ക് എത്തുമ്പോൾ, വർഷങ്ങൾ പിന്നിടുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോഴും ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആണ്, പക്ഷേ റിപ്പയേഴ്സ് എന്തായി? ഹൈ ആയി അല്ലേ? റിപ്പയേഴ്സിനും മെയിൻ്റനൻസിനും ഒക്കെ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് കൂടി. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് എന്താ സംഭവിക്കുക? കൂടും. ഓക്കെ, സോ the total cost charged to profit and loss account increases year after year, resulting in an unequal burden on profits. മനസ്സിലായോ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും സെയിം ആണ്, വ്യത്യാസമില്ലല്ലോ? ഇല്ല. പക്ഷേ റിപ്പയേഴ്സ് കോസ്റ്റ് ആദ്യ വർഷങ്ങളിൽ കുറവും അവസാന വർഷങ്ങളിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? റിപ്പയേഴ്സ് ആദ്യം കുറവ്, പിന്നെ കൂടിക്കൂടി വരുന്നു. ഡിപ്രീസിയേഷൻ ഒരു ചേഞ്ചും ഇല്ലാണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താവില്ല? മാച്ച് ആയിട്ട് പോയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ അവിടെ അൺഈക്വൽ ബേർഡൻ ഓൺ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അൺഈക്വൽ ബേർഡൻ ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ക്ലിയർ അല്ലേ? ഇത് ഈ ഒരു മെത്തേഡ് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി.
സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ അൺഈക്വൽ ബർഡൻ. ഓക്കെ, അടുത്തത് ഇക്വേഷൻ ആണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. ഓക്കെ, ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. ഇതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ നോക്കുക. ഈ മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഫോർ ₹1,10,000 ആൻഡ് ദ സ്ക്രാപ്പ് വാല്യൂ ഇസ് ₹10,000. ലൈഫ് ഓഫ് അസറ്റ് ഈസ് 20 years. കാൽക്കുലേറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ. എത്രയാണ് വരാം? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കോസ്റ്റിൽ നിന്ന്, ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കണം. അപ്പോൾ 1,10,000 മൈനസ് 10,000 എത്ര കിട്ടും? 1 lakh കിട്ടും. ഡിവൈഡഡ് ബൈ 20. 1 lakh ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്? 5,000 ആണ് കിട്ടുക. ഓക്കെ, ഈ 5,000 ആണ് ആനുവൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡാണ് പറയുന്നത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് പഠിക്കുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് നമുക്ക് എളുപ്പം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് പറയാം. ഡിപ്രീസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ബുക്ക് വാല്യൂ. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിന് മുകളിലാണ്. എന്താ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാല്യൂ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, കണക്ക് പ്രകാരം പുസ്തകത്തിൽ നമ്മുടെ അക്കൗണ്ട്സിൽ എത്രയാണോ നിലവിൽ അസറ്റിന്റെ വാല്യൂ ഉള്ളത് അതിന് മുകളിൽ ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. ഇതാണ് ഏത് മെത്തേഡ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിമിനിഷസ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷം കഴിയും തോറും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്താ ചെയ്യുന്നത്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് അസറ്റ് നെവർ ബിക്കം 0. ഒരിക്കലും അസറ്റിന്റെ വാല്യൂ എന്താവില്ല? 0 ആവില്ല. വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും, പക്ഷെ 0 എന്നുള്ള വാല്യൂയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? അസറ്റിന്റെ വാല്യൂ വരില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്തൊക്കെ പറയും? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയും, ബുക്ക് വാല്യൂ മെത്തേഡ് എന്ന് പറയും, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയും. ഇതെല്ലാം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന്റെ വേറെ പേരുകളാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ്? ഫസ്റ്റ് പോയിന്റ്, ബുക്ക് വാല്യൂവിന് മുകളിലാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. തേർഡ് പോയിന്റ്, അസറ്റിന്റെ വാല്യൂ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ഓക്കെ, ഫോർത്ത് പോയിന്റ് മറ്റു പേരുകളാണ്. അപ്പോൾ ഈ ആദ്യത്തെ 3 പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. ക്ലിയർ അല്ലേ? ഇനി നോക്കാം. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു അൺഈക്വൽ ബർഡൻ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഈക്വൽ ബർഡൻ ആണ്. This method is said to impose an equal burden on the profit and loss accounts over the life of asset. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഹയർ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ഏർലിയർ ഇയേഴ്സ് ആൻഡ് ലോവർ ഇൻ ലേറ്റർ ഇയേഴ്സ് അല്ലേ? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആകുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതലും അവസാന വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കുറവുമായിരിക്കും. ഓക്കെ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഇൻക്രീസസ് ഇയർ ആഫ്റ്റർ ഇയർ. റിപ്പയേഴ്സിനുള്ള എക്സ്പെൻസ് എങ്ങനെയാണ് വരിക? ആദ്യ വർഷങ്ങളിൽ കുറവായിരിക്കും, കാലം കഴിയും തോറും അതിനുള്ള എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ആൻ അസറ്റ്സ് ലൈഫ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ആർ വെരി ലോ. അപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങിയ സമയത്ത്, ഇപ്പോൾ മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്ത ഉടനെ അതിന് നമുക്ക് വരുന്ന റിപ്പയേഴ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ആസ് ദ അസറ്റ് ബിക്കംസ് ഓൾഡർ ദിസ് എക്സ്പെൻസ് ഇൻക്രീസസ്. കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? റിപ്പയേഴ്സ് കൂടിക്കൂടി വരും. അപ്പോൾ എന്താ സംഭവിച്ചത്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ തുടക്കത്തിലെ വർഷത്തിൽ കൂടുതലും വർഷങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു വരികയും ചെയ്യും. റിപ്പയേഴ്സ് തുടക്കത്തിലെ വർഷത്തിൽ കുറവും വർഷങ്ങൾ കഴിയുമ്പോൾ കൂടി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏർലി ഇയേഴ്സ് ഹൈ ഡിപ്രീസിയേഷൻ പ്ലസ് ലോ റിപ്പയർ അല്ലേ? ആദ്യ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതലാണ്, റിപ്പയേഴ്സ് കുറവാണ് ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു കോസ്റ്റ് കിട്ടും. ലേറ്റർ ഇയേഴ്സ് അവസാന വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കുറവും റിപ്പയേഴ്സ് കൂടുതലാണ്. ഇത് രണ്ടും കൂട്ടുമ്പോഴും നമുക്കൊരു ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ എന്താ സംഭവിക്കുക? വെൻ ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ആർ ടേക്കൺ ടുഗദർ, ഈ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ദ ടോട്ടൽ എക്സ്പെൻസ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. കറക്റ്റ് എമൗണ്ട് വരുമെന്നല്ല, ബട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഡിപ്രീസിയേഷൻ കൂടുന്ന സമയത്ത് റിപ്പയേഴ്സ് കുറവാണ്.
ഡിപ്രീസിയേഷൻ കുറയുന്ന സമയത്ത് റിപ്പയർസ് കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ടോട്ടൽ കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ രണ്ട് പീരീഡിലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സോ ദ ടോട്ടൽ കോസ്റ്റ് ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് almost remains constant, resulting in an equal burden on profits. Okay, equal burden on profits. Clear അല്ലേ? അപ്പം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ അൺഈക്വൽ ബർഡൻ ഓൺ പ്രോഫിറ്റും, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ ഈക്വൽ ബർഡൻ ഓൺ പ്രോഫിറ്റും ആണ്. ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലും എന്തെല്ലാം പോയിന്റ്സാണ് നമ്മൾ പറഞ്ഞത് നോക്കാം. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഇസ് കമ്പ്യൂട്ടഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ് അല്ലേ, ഒറിജിനൽ കോസ്റ്റിന് മുകളിലാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അതേസമയം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിലോ ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ബുക്ക് വാല്യൂ. ഓക്കെ, സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, എല്ലാ വർഷവും സെയിം ആണ്. ഡിമിനിഷിങ്ങിലോ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിഡ്യൂസസ് ഇയർ ബൈ ഇയർ, ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരും. നെക്സ്റ്റ് ഡിഫറൻസ് എന്താ, വാല്യൂ ഓഫ് അസറ്റ് ബിക്കംസ് സീറോ അല്ലേ, ലൈഫ് അവസാനിക്കുന്ന സമയത്ത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ അസറ്റിൻ്റെ വാല്യൂ സീറോ ആയിട്ട് മാറും. ഡിമിനിഷിങ്ങിലോ ഇറ്റ്സ് നെവർ ബിക്കം സീറോ, ഒരിക്കലും ഏതിലേക്ക് എത്തില്ല, സീറോ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്തില്ല. ക്ലിയർ അല്ലേ? ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഫോർ ₹20,000 ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് 20%. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും നമ്മുടെ ഇയർ എന്ന് പറയുന്നത് 5 years ആണ്. ഓക്കെ, 5 years ആണ് വരുന്നത്. അപ്പോൾ നോക്കാം, 20,000ൻ്റെ 20%. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എഴുതി ഫസ്റ്റ് ഇയറിൽ 4,000, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലും എഴുതി 4,000 അല്ലേ. 20% കണ്ടുപിടിക്കുമ്പോൾ രണ്ട് മെത്തേഡിലും സെയിം ആണ്. ബാലൻസ് എത്രയുണ്ട്, 16,000 ആണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലുള്ളത്, 16,000 ആണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലുള്ളത്. രണ്ടാമത്തെ വർഷം സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ സെയിം എമൗണ്ട് തന്നെ അല്ലേ, 4,000, ബാലൻസ് 12,000. തേർഡ് ഇയറിൽ 4,000, ബാലൻസ് 8,000. ഫോർത്ത് ഇയറിൽ 4,000, ബാലൻസ് 4,000. ഫിഫ്ത്ത് ഇയറിൽ 4,000 എഴുതുമ്പോൾ വാല്യൂ ഓഫ് ദ അസറ്റ് ബിക്കംസ് 0. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. സെക്കൻഡ് ഇയറിൽ എന്താ ചെയ്തത്, 20% കാണുന്നത് ഈ 16,000 മുകളിലാണ്. ആ സമയത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ വാല്യൂ എത്രയാണോ അതിൻ്റെ 20% ആണ് കാണുക. അപ്പോൾ 3,200 കിട്ടി. ബാലൻസ് എത്രയാണ്, 12,800. മൂന്നാമത്തെ വർഷം ഈ 12,800ൻ്റെ 20% ആണ് കാണുക. അപ്പോൾ 2,560. നാലാമത്തെ വർഷവും ആ സമയത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ വാല്യൂ 10,240യുടെ 20% കാണും. അഞ്ചാമത്തെ വർഷം ഈ എമൗണ്ടിൻ്റെ 20% കാണും. ഓക്കെ, അപ്പോൾ 5 വർഷം കഴിഞ്ഞു, അസറ്റിൻ്റെ ലൈഫ് അവസാനിച്ചു. അപ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തുണ്ട്, ഈ പർട്ടിക്കുലർ ഐറ്റത്തിന് ഒരു വാല്യൂ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിഫറൻസ് പറഞ്ഞേ? ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിന് മുകളിലും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിന് മുകളിലും ആണ്. നോക്കാം, അഞ്ചാമത്തെ വർഷം ആവുന്ന സമയത്തും 20% കണ്ടത് എന്തിൻ്റെ മുകളിലാണ്, ഈ പറയുന്ന 20,000ന് മുകളിലാണ്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ആണ് എല്ലാ വർഷവും നമ്മൾ കൺസിഡർ ചെയ്ത്. അവിടെയോ ഓരോ വർഷം ബുക്ക് വാല്യൂ ആണ് നോക്കിയത്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ് എന്താ പറഞ്ഞേ, ഇവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കോൺസ്റ്റൻറ്റ് അല്ലേ, ഫിക്സഡ് ആയിരിക്കും. ഇവിടെയോ റെഡ്യൂസസ്, ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ, ലൈഫ് അവസാനിക്കുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ വാല്യൂ 0 ആവും, ആയില്ലേ. ഇവിടെയോ നെവർ ബിക്കം 0, വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഏതിലേക്ക് എത്തിയിട്ടില്ല, 0ലേക്ക് എത്തിയിട്ടില്ല. ക്ലിയർ അല്ലേ? ഇതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, നെക്സ്റ്റ് റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി റീവാലുവേഷൻ മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എന്തിലാണ്,
ഓക്കെ, അപ്പോൾ ലൂസ് ടൂൾസ്, ലൈവ് സ്റ്റോക്ക്, പ്ലാന്റേഷൻ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ദ അസെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡ്. എങ്ങനെയാണ് നമ്മൾ റിവാലുവേഷൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ദ അസെറ്റ്. ഇയർ അവസാനിക്കുന്ന സമയത്ത്, പീരീഡ് അവസാനിക്കുന്ന സമയത്ത് ആ അസെറ്റിൻ്റെ വാല്യൂവിൽ എത്രയാണോ മാറ്റം വന്നിട്ടുള്ളത്, ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിക്കും. അസെറ്റ് ഈസ് റീവാല്യൂഡ് എവറി ഇയർ. എല്ലാ വർഷവും നമ്മൾ എന്താ ചെയ്യുന്നത്? അസെറ്റിനെ വീണ്ടും വാല്യൂ ചെയ്യുന്നു, റീവാല്യൂ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ പേര് എന്ത്? റീവാലുവേഷൻ. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വാല്യൂ ഇസ് ട്രീറ്റഡ് ആസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു വാല്യൂ ഉണ്ടാവും, ക്ലോസിംഗ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അത് ഫിസിക്കലി വാല്യൂ ചെയ്ത് നോക്കും. ഇത് രണ്ടും നമ്മളെ ഡിഫറൻസിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സ്യൂട്ടബിൾ ഫോർ ലൂസ് ടൂൾസ്, ലൈവ് സ്റ്റോക്ക് ആൻഡ് പ്ലാന്റേഷൻ. ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ടൂൾസ്, ഇപ്പോൾ നമ്മുടെ സ്പാനർ, ഹാമർ, സ്ക്രൂ ഡ്രൈവർ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസൊക്കെ ഉണ്ടാവും. ഇതാണ് ലൂസ് ടൂൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ നോക്കുക? നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള മുഴുവൻ ടൂൾസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ചിലത് നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ടാവും, ചിലത് മിസ്സിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും വാല്യൂ ചെയ്യും. എന്നിട്ട് എത്ര വാല്യൂവിൻ്റെ ലൂസ് ടൂൾസ് ഉണ്ട് നോക്കും. ഇത് രണ്ടും നമ്മളെ ഡിഫറൻസിനെ ഡിപ്രീസിയേഷൻ ആയിട്ട് എഴുതും. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം ലൈവ് സ്റ്റോക്ക്. ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ജീവനുള്ള ഐറ്റംസ് ആണെങ്കിൽ, ലിവിങ് ബീയിങ്സ് ആണ് നമ്മുടെ സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫാമാണുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, കാറ്റിൽസ് ഫാം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എന്താണ്? കാറ്റിൽസ് ആണ്. അപ്പോൾ ഈ കാറ്റിൽസ് എന്ന് പറയുന്നത് ലിവിങ് ബീയിങ്സ് ആണ്. ഇത് നമ്മൾ ലൈവ് സ്റ്റോക്ക് ആയിട്ടാണ് പറയാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്ര കാറ്റിൽസ് ഉണ്ടായിരുന്നു, അവസാനമായപ്പോൾ നമുക്ക് എത്ര കാറ്റിൽസ് ഉണ്ട്, ഇത് രണ്ടും നമ്മളെ ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, തേർഡ് വൺ പ്ലാന്റേഷൻ. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റബ്ബർ, ഏലം, ഇതൊക്കെ ഒരുപാട് ലാർജ് സ്കെയിലായിട്ട് കൃഷി ചെയ്യില്ലേ, ഇതിനാണ് നമ്മൾ പ്ലാന്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യാം? റീവാല്യൂ ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ എത്രയുണ്ടായിരുന്നു, എൻഡ് ആയപ്പോൾ എത്രയുണ്ട്, രണ്ടും നമ്മളെ ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എക്സാമ്പിൾസ് ഓർത്ത് വെക്കാം. ലൂസ് ടൂൾസ്, ലൈവ് സ്റ്റോക്ക് ആൻഡ് പ്ലാന്റേഷൻ. നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അപ്ലൈഡ്. പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല. 5% അല്ലെങ്കിൽ 10% അങ്ങനെയൊന്നുമില്ല. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉള്ളതും ആക്ച്വലി ഉള്ളതും തമ്മിൽ കമ്പയർ ചെയ്യും. എത്രയാണോ ഡിഫറൻസ് ഉള്ളത് അത് ഡിപ്രീസിയേഷൻ ആയിട്ട് എഴുതും. ബുക്ക് വാല്യൂ റിഫ്ലക്ട്സ് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ എന്ത് തന്നെയായിരിക്കും? ആ ഐറ്റംസിൻ്റെ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ തന്നെ ആയിരിക്കും. ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വെർ ഇൻഡിവിജ്വൽ അസറ്റ് ലൈഫ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ്. ഓക്കെ, നമുക്കൊരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ ലൈഫ് എത്രയാണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് റീവാലുവേഷൻ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാം, ഇറ്റ് ഈസ് എ ഫണ്ട് ജനറേറ്റഡ് ഫോർ ലോങ് ടേം പർപ്പസ്. ഓക്കെ, ലോങ് ടേമിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെ നമ്മൾ എന്ത് പറയുള്ളൂ? സിങ്കിങ് ഫണ്ട് എന്ന് പറയുള്ളൂ. ഷോർട്ട് ടേമിലേക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിനെ നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല? സിങ്കിങ് ഫണ്ട് എന്ന് പറയില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏതുണ്ട്? സിങ്കിങ് ഫണ്ട് ഉണ്ട്. ഡിപ്രീസിയേഷനിൽ മാത്രമല്ല സിങ്കിങ് ഫണ്ട് വരുന്നത്, ഡിബെഞ്ചർ റിഡംഷനിൽ സിങ്കിങ് ഫണ്ട് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കേസിൽ സിങ്കിങ് ഫണ്ട് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് എവറി ഇയർ and an equivalent amount is invested in outside securities. Investments earn interest which is reinvested. At the end of asset life, investments are sold to replace the asset. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് ഐറ്റം ആണ് അല്ലേ? ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ലാത്ത ഒരു ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 6,000 റുപ്പീസ് കാണിക്കുന്നു വിചാരിക്കാം. ഓക്കെ, ഈ 6,000 ശരിക്കും നോൺ ക്യാഷ് ഐറ്റം ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് നമ്മൾ 6,000 റുപ്പീസ് എടുത്തിട്ട് ബിസിനസ്സിൻ്റെ പുറത്ത് കൊണ്ടുപോയി മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ മെത്തേഡിനെയാണ് എന്ത് പറയാം? സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്
അസറ്റ് റീപ്ലേസ് ചെയ്യേണ്ട സമയമാവുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ക്യാഷ് കിട്ടില്ലേ? ആ കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് നമ്മുടെ അസറ്റ് റീപ്ലേസ് ചെയ്യും. ഇതാണ് ഏത് മെത്തേഡ്? സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നുള്ള പെർട്ടിക്കുലർ മെത്തേഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ഓർത്ത് വെച്ചാൽ മതി? ഇൻവെസ്റ്റിംഗ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ബിസിനസ്സിന് പുറത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെന്റ്. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് സമയത്തേക്ക്, അസറ്റ് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് എന്തുണ്ടാവും? ഫണ്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇറ്റ് എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെന്റ്. അപ്പോൾ അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്തേക്ക് ഫണ്ട് അവൈലബിൾ ആക്കുന്ന ഒരു മെത്തേഡാണ് ഇത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റിന് നമുക്ക് വേറൊരു ഫണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ തന്നെ ഓൾറെഡി ഡിപ്രീസിയേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് ഫിക്സഡ് എവറി ഇയർ. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സ്യൂട്ടബിൾ ഫോർ കോസ്റ്റ്ലി അസറ്റ്സ് ലൈക്ക് മെഷീനറി ആൻഡ് പ്ലാന്റ്. ഈ ഒരു സിങ്കിങ് ഫണ്ട് മെത്തേഡ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഹ്യൂജ് എമൗണ്ട് റീപ്ലേസ്മെന്റിന് ആവശ്യമുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള അസറ്റ്സിലാണ്. മെഷീനറി പോലുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റ്സിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സിങ്കിങ് ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ടിൽ നമ്മൾ എന്താ ചെയ്തേ? എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് എടുത്തിട്ട് ബിസിനസിന്റെ പുറത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ആണെങ്കിൽ ഈ ഫണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും. ഓക്കെ, ഈ ഇൻഷുറൻസ് പോളിസിക്ക് അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ആയിരിക്കും. ഇൻഷുറൻസ് പോളിസിയുടെ മെച്യൂരിറ്റി ടേം എന്ന് പറയുന്നത് അസറ്റിന്റെ ലൈഫിന് തുല്യമായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനാണ് എന്ത് പറയുന്നത്? ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് യൂസ്ഡ് ടു പർച്ചേസ് ആൻഡ് ഇൻഷുറൻസ് പോളിസി ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യല്ല, പകരം എന്ത് ചെയ്യുന്നു? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ഉപയോഗിക്കുന്നു. പോളിസി മെച്യൂർസ് അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണോ അത് തന്നെ ആയിരിക്കും പോളിസിയുടെ മെച്യൂരിറ്റി പീരിയഡ്. മെച്യൂരിറ്റി വാല്യൂ ഈസ് യൂസ്ഡ് ടു റീപ്ലേസ് ദ അസറ്റ്. ഓക്കെ, ആനുവൽ പ്രീമിയം ഈസ് ഈക്വൽ ടു ആനുവൽ ഡിപ്രീസിയേഷൻ. എല്ലാ വർഷവും എത്രയാണോ ഡിപ്രീസിയേഷൻ എമൗണ്ട് അത് തന്നെയാണ് നമ്മൾ പ്രീമിയം ആയിട്ട് അടയ്ക്കുക. എത്രയാണോ നമ്മുടെ ലൈഫ് ഓഫ് അസറ്റ് അത് തന്നെ ആയിരിക്കും മെച്യൂരിറ്റി പീരീഡ്. അപ്പം ഈ മെച്യൂരിറ്റി അവസാനിക്കുന്ന സമയത്ത് ലൈഫും അവസാനിക്കും. ഓക്കെ, അസറ്റിന്റെ ലൈഫ് തീരുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് പോളിസി മെച്യൂർഡ് ആയിട്ടുണ്ടാവും. ആ ഫണ്ട് നമുക്ക് കിട്ടും. ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് റീപ്ലേസ് ചെയ്യും. ഇതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ലെസ് റിസ്കി ദാൻ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സിങ്കിങ് ഫണ്ടുമായി റിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിസ്ക് കുറവാണ്. കാരണം എന്താ? സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. ഇത് ഇൻഷുറൻസ് പോളിസിയാണ്, അപ്പോൾ റിസ്ക് കുറവായിരിക്കും. സ്യൂട്ടബിൾ വെർ അഷ്വേർഡ് ഫണ്ട്സ് ആർ റിക്വയർഡ്. ഓക്കെ, നിർബന്ധമായിട്ടും നമുക്ക് ഫണ്ട് കിട്ടേണ്ട സാഹചര്യമാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ക്ലിയർ അല്ലേ? അടുത്ത മെത്തേഡ് ആന്വിറ്റി മെത്തേഡ്. കൺസിഡേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ അസറ്റ്. അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് മുകളിലെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആന്വിറ്റി മെത്തേഡ്. ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ്സ് ബോത്ത് കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, കോസ്റ്റും ഇൻട്രസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഏത് വരിക? ഡിപ്രീസിയേഷൻ വരിക. ആനുവൽ ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഈക്വൽ ഈച്ച് ഇയർ. എല്ലാ വർഷവും സെയിം ആയിരിക്കും ഡിപ്രീസിയേഷൻ. ബുക്ക് വാല്യൂ റെഡ്യൂസസ് സ്ലോലി ഇൻ ദ ഏർലി ഇയേഴ്സ്. ഓക്കെ, ബുക്ക് വാല്യൂവിന് എന്ത് സംഭവിക്കും? റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. And suitable for assets involving heavy capital investment reflects true cost of using the asset. ഈ അസറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആന്വിറ്റി മെത്തേഡ്. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് കേസിലാണ്? അസറ്റ്സ് ഇൻവോൾവിങ് ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള സമയത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത്? ആന്വിറ്റി മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആന്വിറ്റി മെത്തേഡായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിപ്രീസിയേഷൻ മെത്തേഡാണ് ഇത് ആന്വിറ്റി മെത്തേഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്.
സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പോയിന്റ്സ് പറയാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇറ്റ് ഈസ് ആൻ ആക്സിലറേറ്റഡ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ആക്സിലറേറ്റഡ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ വർഷങ്ങളിൽ കൂടുതൽ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതാണ് ആക്സിലറേറ്റഡ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് ഹയർ ഇൻ ദ ഏർലിയർ ഇയേഴ്സ് ആൻഡ് ലോവർ ഇൻ ലേറ്റർ ഇയേഴ്സ്. ആദ്യ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും, അവസാന വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. ബേസ്ഡ് ഓൺ ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് അസറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണോ അതിൻ്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. recognizes higher efficiency of assets in initial years, suitable for assets that lose value rapidly. പെട്ടെന്ന് വാല്യൂ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാല്യൂ കുറയുന്ന അസറ്റ്സിനൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. ബുക്ക് വാല്യൂ ഡിക്രീസസ് റാപ്പിഡ്ലി ഇൻ ഏർലി ഇയേഴ്സ്. ആദ്യ വർഷങ്ങളിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് കുറഞ്ഞു വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. 1 lakh rupees ആണ് കോസ്റ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ. ദെൻ 5 years ആണ് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് 5 years ആണെങ്കിൽ എന്താണ് ചെയ്യാം? സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ 5 + 4 + 3 + 2 + 1 ഇതാണ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഇങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ആണ് കിട്ടുക. ഓക്കെ. 15 കിട്ടി. ഇനി ഒന്നാമത്തെ വർഷം ഡിപ്രീസിയേഷൻ എങ്ങനെ ചാർജ് ചെയ്യും? 1 lakh ഇൻറ്റു ഈ 5 എടുക്കും. 5 ബൈ ടോട്ടൽ എത്രയാ? 15. ഓക്കെ. രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 5 ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് 4 ബൈ എത്രയാ? 15. മൂന്നാമത്തെ വർഷം 1 lakh ഇൻറ്റു 3 ബൈ 15. നാലാമത്തെ വർഷം 1 lakh ഇൻറ്റു 2 ബൈ 15. അഞ്ചാമത്തെ വർഷം 1 lakh ഇൻറ്റു 1 ബൈ 15. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇയേഴ്സിലെ ഡിപ്രീസിയേഷൻ കൂടുതലും അവസാന വർഷങ്ങളിലെ ഡിപ്രീസിയേഷൻ കുറവുമായിരിക്കും. ഇങ്ങനെ നമ്മൾ ഇയേഴ്സിലെ ഡിജിറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ്റെ കോസസ്? ദെൻ ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഡിപ്ലീഷൻ, ഫ്ലക്ച്വേഷൻ, അപ്രീസിയേഷൻ. ഓക്കെ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാം. പിന്നെ വരുന്നത് ഏതാണ്? മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മെത്തേഡ്സാണ് പറഞ്ഞ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. പിന്നെ അതിനുശേഷം പറഞ്ഞ റീവാലുവേഷൻ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്. ഓക്കെ. ഇങ്ങനെയുള്ള എല്ലാ മെത്തേഡ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ.